ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകണം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള റൂം നമ്മൾ റിനോവേറ്റ് ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ 3D അതേപോലെയുള്ള സോഫ്റ്റ്വെയർസ് എല്ലാം ഉപയോഗിച്ച് നമ്മൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള റൂം നമ്മൾ നേരെ അത് 3D ഒക്കെ ഉപയോഗിച്ച് റിനോവേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ സമയങ്ങളാണ് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. റൂമാണ് നമ്മൾ 3Dയിലോട്ട് മാറ്റാൻ പോകുന്നത്. അപ്പോൾ മെയിനായിട്ട് ഇവിടെ ഒരു വാതിലുണ്ട്, മെയിനായിട്ട് പിന്നെ ഇവിടെ ഒരു വിൻഡോ ഉണ്ട്, പിന്നെ ഇവിടെ അടപ്പ്, പിന്നെ ഇവിടെ ഒരു വാഷ് ബേസിൻ, പിന്നെ ഇവിടെയായിട്ട് ഫ്രിഡ്ജ്, ഇത്രയും കാര്യങ്ങളാണ് അപ്പോൾ ഈ ഒരു ചെറിയൊരു അടുക്കളയിലുള്ളത്. അപ്പോൾ പിന്നെ ആദ്യം നമ്മൾ 3Dയിലോട്ട് മാറ്റുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ഈ റൂമിന്റെ സൈസ് എല്ലാം എടുക്കണം. അപ്പോൾ നമുക്ക് ആദ്യം സൈസ് എടുക്കാം. നമ്മളിപ്പോൾ മെഷർമെന്റ് എടുത്ത സാധനം നമ്മളതൊരു പ്ലാനിലോട്ട് ആക്കാൻ വേണ്ടി പോകണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഓട്ടോക്യാഡിലാണ് ഇതിന്റെ പ്ലാൻ ഡ്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ലാപ്പ് റെഡിയാണ്. അപ്പോൾ നമ്മൾ ഇതിന്റെ അകത്താണ് നമ്മൾ ജസ്റ്റ് ബേസ് പ്ലാൻ വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് പ്ലാൻ വരച്ചിട്ട് വരാം. നമ്മുടെ കിച്ചണിന്റെ ഒരു ലേ ഔട്ട് എന്ന് പറയുന്നത് നമ്മൾ കയറി വന്ന ഡോർ ഇതാണ്. പിന്നെ നമ്മൾ കണ്ട വീഡിയോയിൽ കണ്ട ഡോറും പിന്നെ അതുപോലെ തന്നെ ഒരു വിൻഡോ ഉണ്ടായിരുന്നു, അതാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ശരിക്കുമുള്ള കിച്ചണിൽ നമ്മുടെ കിച്ചണിൽ ഇവിടെയായിട്ട് കിച്ചൺ സിങ്ക്, ഇവിടെയായിട്ട് ഫ്രിഡ്ജ്, പിന്നെ ഇവിടെയായിട്ടാണ് കുക്ക് ടോപ്പ് ഉണ്ടായിരുന്നിരുന്നത്. അപ്പൊ നമുക്ക് ആ അറേഞ്ച്മെന്റ് ഒന്ന് സെറ്റ് ആക്കിയിട്ട് വരാം. അപ്പൊ നമ്മളെ കിച്ചണിന്റെ അകത്ത് നമ്മുടെ ഇവിടെ നിന്ന് കിച്ചൺ സിങ്ക് എടുത്ത് നമ്മൾ ഇങ്ങോട്ട് വെക്കുകയും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്റ്റവ് നേരത്തെ ഇരുന്ന അതേ പൊസിഷനിലാണ്, പക്ഷെ വേറെ രീതിയിലുള്ള സ്റ്റവാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഫ്രിഡ്ജ് ഇവിടെ വരുന്ന രീതിയിലാണ്. അപ്പോൾ നമുക്ക് കയറി വരുമ്പോൾ ഇത്രത്തോളം സ്പേസ് ഉണ്ടാവും. നേരത്തെ ഇവിടെയായിരുന്നു ഫ്രിഡ്ജ് ഇരുന്നത്, പക്ഷേ ഇപ്പോൾ ഫ്രിഡ്ജ് ഇവിടെ വരുമ്പോൾ ഇത്രത്തോളം സ്പേസ് നമുക്ക് കിട്ടുകയും പിന്നെ ഇവിടെ നോർമൽ ഡോർ ആയിരുന്നു, അത് നമ്മളൊരു സ്ലൈഡിംഗ് ഡോറിന്റെ കൂട്ടാക്കുകയാണ്. അപ്പോൾ പിന്നെ കുറച്ചുകൂടി സ്പേസ് നമുക്ക് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇതിന്റെ 3D നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ ഓട്ടോക്കാണ് നമ്മൾ പ്ലാൻ വെച്ച് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇനി ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അത് 3D ആക്കാൻ പോകണം. അപ്പോൾ 3D ആക്കാനായിട്ട് നമ്മൾ നമ്മുടെ സ്കെച്ചപ്പ് ആപ്പാണ് ഉപയോഗിക്കുന്നത്. കാര്യം അതാണ് ഇച്ചിരി എളുപ്പം, ഇച്ചിരി ഫ്ലെക്സിബിൾ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. സ്കെച്ചപ്പ് ആകാണ് നമ്മൾ സ്കെച്ചപ്പ് ആപ്പിലാണ് നമ്മൾ 3D ആക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ സെന്റിമീറ്റർ ആണ് കൊടുത്തത്, സെന്റിമീറ്ററിലാണ് നമ്മൾ പ്ലാൻ വരച്ചത്. അപ്പോൾ സെന്റിമീറ്റർ കൊടുക്കണം. ഒക്കെ നമ്മുടെ പ്ലാൻ നമുക്ക് സ്കെച്ചപ്പിലോട്ട് ഇമ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇമ്പോർട്ട് നമ്മളെ സ്കെച്ചപ്പിലേക്ക് നമ്മുടെ പ്ലാൻ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ പിന്നെ ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് 3D ആക്കി എടുക്കുക എന്നുള്ള കാര്യമാണ് നമുക്ക് ചെയ്യേണ്ടത്. സോ അതിന് നമ്മുടെ ഒരു ബേസിക് ആയിട്ട് ബേസ് 3D എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെയായിട്ട് നമ്മുടെ വിൻഡോ ഉണ്ട്. മിക്കവാറും നമ്മൾ ആ വിൻഡോ ക്ലോസ് ചെയ്യും, കാരണം അവിടെ വിൻഡോ ആവശ്യം നമുക്കൊന്നുമില്ല. പിന്നെ ഇവിടെയായിട്ട് നമ്മുടെ ഡോർ വരുന്നുണ്ട്, പിന്നെ ഇവിടെയായിട്ട് നമ്മുടെ ഫ്രിഡ്ജ് വരുന്നുണ്ട്, പിന്നെ ഇവിടെയാണ് നമ്മുടെ കിച്ചൺ സിങ്കും അതുപോലെ തന്നെ കുക്ക് ടോപ്പും വരുന്നത്. അപ്പോൾ നമുക്ക് അത് എല്ലാം വച്ചിട്ടുള്ള വിഷ്വൽ നമുക്ക് ഇനി കാണാം. അവിടെ നമ്മുടെ കിച്ചൺ സിങ്കും അതേപോലെ തന്നെ കിച്ചൺ കുക്ക് ടോപ്പും അതുപോലെ തന്നെ നമ്മുടെ റെഫ്രിജറേറ്ററും വെച്ച് കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഇത് വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത് നമ്മുടെ ചെറിയ കിച്ചണാണല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ ഇവിടെ ഈ ഓപ്പൺ ഡോർ വന്നതിന് വരെ നമ്മളൊരു സ്ലൈഡിംഗ് ഡോർ കൊടുക്കാനാണ് നമ്മുടെ പ്ലാൻ ചെയ്യുന്നത്. ഇവിടെയും അതേപോലെ തന്നെ ഇവിടെ നോർമൽ ഡോറോ അല്ലെങ്കിൽ സ്ലൈഡിംഗ് ഡോറോ പുറത്തേക്കുള്ള ഡോറാണ്. പക്ഷെ ഇത് നമ്മുടെ വീടിന്റെ അകത്ത് നിന്ന് കിച്ചണിലോട്ട് വരുന്ന ഡോർ ആയതുകൊണ്ട് നമ്മുടെ ഒരു സ്ലൈഡിംഗ് ഡോറാണ് ഇതിന് പകരം കൊടുക്കാൻ ആലോചിക്കുന്നത്. നമുക്കത് ലാസ്റ്റ് കൊടുക്കാം. പിന്നെ നമ്മുടെ സിങ്ക് കിച്ചൺ ഇതിൽ ശരിയായി. പിന്നെ നമ്മളൊരു ഡിസൈന് സെറ്റാക്കണം. പിന്നെ കുറച്ച് കാര്യങ്ങളോട് ചെയ്തിട്ട് ഞാൻ വരാം. അപ്പം നമ്മുടെ കിച്ചണിന്റെ ഒരുവിധം കബോർഡുകളും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അതായത് മെയിൻലി ഇങ്ങനെയാണ് ഇതിന്റെ സ്ട്രക്ചർ വരുന്നത്. ഇങ്ങനെയാണ് മെയിനായിട്ട് മുകളിലെ കബോർഡും താഴത്തെ കബോർഡും. പിന്നെ ഇനി നമുക്ക് ഇതിൽ പെയിന്റിങ്ങും ഗ്രാനൈറ്റും അതേപോലെയുള്ള എല്ലാത്തിൻ്റെ സ്ട്രക്ചർ വർക്കുകളും എല്ലാം കൊടുക്കണം. പിന്നെ നമ്മൾ ഇതിൻ്റെ അടിയിൽ ഒരു ലൈറ്റും ഒരു LED സ്ട്രിപ്പും നമ്മൾ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ കുറച്ചുകൂടെ രസകരമായിട്ട് കാണാൻ സാധിക്കും. പിന്നെ നമുക്ക് ഇനി അതെല്ലായിരുന്നു ചെയ്യാം. അതായത് നമ്മൾ പാതിക്ക് വെച്ച് റെക്കോർഡ് ചെയ്യുന്ന കാര്യമൊക്കെ മറന്നുപോയി. അതായത് ഇപ്പോൾ നമ്മൾ ചെയ്ത് ഒരുപാട് എത്തി. അതായത് ഇപ്പോൾ ഞങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മളപ്പോൾ ചെയ്ത് ഇവിടം വരെയായി. അതായത് ഏകദേശം നമ്മൾ ലൈറ്റിങ്ങും സ്പോട്ട് ലൈറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ ആയിട്ട് നമ്മൾ സ്പോട്ട് ലൈറ്റും ഇവിടെയൊക്കെ ആയിട്ട് നമ്മൾ സ്ട്രിപ്പ് ലൈറ്റ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ താഴെയും നമ്മൾ ഈ ഒരു ഭാഗങ്ങളിലും സ്ട്രിപ്പ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ക്യാബിൻ എന്ന് പറയുന്നത്. ഇത് ജസ്റ്റ് ഇങ്ങനെ കൈ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ തുറക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോരോ ട്രേകളും കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ ഡോർ ഇതാണ്. നമ്മൾ ഫ്ലോറിംഗ് ഒരു വുഡൻ ഫ്ലോറിംഗ് ആണ് കൊടുത്തത്. പിന്നെ നമ്മുടെ ഗ്രാനൈറ്റ് ഇതേ ഗ്രാനൈറ്റ് തന്നെയായിരിക്കും നമ്മൾ ഇവിടെ ഇടാൻ പോകുന്നത്. പിന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പ്, പിന്നെ നമ്മുടെ മുകളിലും ലൈറ്റിങ്ങിന്റെ സാധനങ്ങളെല്ലാം നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്കെച്ചപ്പിൽ 3D വർക്കെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി മെയിനായിട്ട് എൻ്റെ റെൻഡറിങ് ആണ് കാണാനുള്ളത്. അപ്പോൾ പിന്നെ നമ്മുടെ സ്കെച്ചപ്പിൽ വർക്കെല്ലാം കഴിഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾ എല്ലാവരും പോയി റെൻഡറിങ് കണ്ടിട്ട് വരിക.
അപ്പോൾ നമ്മുടെ എല്ലാവർക്കും കഴിഞ്ഞിരിക്കണോ. നിങ്ങൾക്കും ഇതേപോലെ നിങ്ങളുടെ റൂം, അതായത് നിങ്ങളുടെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഓൾഡ് റൂം നിങ്ങൾക്ക് ഇതേപോലെ റിനോവേറ്റ് ചെയ്ത് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ റൂമിൻ്റെ കുറച്ച് ഫോട്ടോസും നിങ്ങളുടെ റൂമിൽ പരമാവധി ഞങ്ങൾക്ക് തരാൻ വരുന്ന ലെങ്ത്തും വിടുത്തും, അതേപോലെ നിങ്ങൾക്ക് എങ്ങനെയാണ് ആ റൂം മാറ്റി കാണേണ്ടത് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളെല്ലാം അടങ്ങിക്കൊണ്ട് ഒരു മെയിൽ ഈ കാണുന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് അയച്ചാൽ നമ്മൾ സമയം പോലെ അതിർന്ന് ചെയ്ത് നിങ്ങൾക്ക് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പിന്നെ ഇതേപോലെ നല്ല നല്ല വീഡിയോ ഇനിയും വരാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ബൈ.